കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ തൃപ്പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ തന്നെ ഇന്നു മുതൽ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. Am I clearly audible to all? Okay, thank you. പുതുനിയമത്തിലെ ചില വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ വരവും അതുപോലെ ഭാവിയിൽ സംഭവിക്കുമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നതുമാകുന്ന അടിസ്ഥാനപരമാകുന്ന ചില ഉപദേശങ്ങളെ ചില വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ തെറ്റായി അതിനെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദൈവജനങ്ങളുടെ ഇടയിൽ ചില ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീച്ചിങ്സ് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അത് അടുത്ത ഒരു കാലഘട്ടത്തിലാണ് ഒരു 100 വർഷത്തിനുള്ളിൽ ഉള്ളതാകുന്ന ഒരു തെറ്റായ പഠിപ്പിക്കൽ. അത് ഇപ്പോഴാണ് ഒരുപക്ഷെ ദൈവജനങ്ങളുടെ ഇടയിൽ അതിനത്ര സ്വീകാര്യതയില്ലാത്തത് കൊണ്ട് നമ്മുടെ ഇടയിലൊന്നും അത് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ സാമൂഹിക മാധ്യമങ്ങൾ എനിക്കൊന്ന് ശബ്ദം വെച്ചിരുക സാമൂഹിക മാധ്യമങ്ങൾ അല്പം എല്ലാവരുടെ കൈവശവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിലൂടെ പാസ്റ്റേഴ്സ് എന്നൊക്കെ പേര് വിളിക്കപ്പെടുന്ന ചിലർ, അവരാരും പാസ്റ്റേഴ്സൊന്നുമല്ല, അവർ സെൽഫ് സ്റ്റൈൽഡായിട്ട് പാസ്റ്റർ എന്നൊക്കെ അങ്ങ് അഭിസംബോധന ചെയ്ത് അങ്ങ് പറയുന്നതേ ഉള്ളൂ. ചില കാര്യങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യണമെന്ന് നിങ്ങൾ ഇവിടെ ആരും എന്നോട് ആവശ്യപ്പെട്ടില്ല. എന്നാൽ നേരത്തെ ഞാൻ ശുശ്രൂഷിച്ച സഭയിൽ ചില സഹോദരങ്ങൾ ആ വിഷയം ആവശ്യപ്പെടുകയും അത് വിശദമായി പഠിപ്പിക്കാനും ദൈവം കൃപ ചെയ്തു. അവരിലൊരാൾ പറഞ്ഞ ഒരു കാര്യം, ഇത് മിക്കവാറും എല്ലാവരും ഒക്കെ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്, പിന്നെ നമ്മളങ്ങ് വിശ്വസിക്കുക, വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ചില സഹോദരങ്ങളെ എനിക്കറിയാം. ഒരു പക്ഷേ നിങ്ങളും ചിലരെങ്കിലും ചില വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം ശരിയായിട്ട് ഗ്രഹിപ്പാനായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാകാത്തത് കൊണ്ട് ഇതുപോലെയുള്ള ചില ആശയങ്ങൾ കേട്ടാൽ അതൊരു പക്ഷേ ശരിയായിരിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. There is a possibility of you all having a doubt about certain passages in the scriptures which appear to be saying what these people are propagating. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ ഈ ചില വേദഭാഗങ്ങളെ, നിങ്ങൾക്കെല്ലാം ശബ്ദം ബുദ്ധിമുട്ടില്ലല്ലോ, എനിക്ക് എന്തോ വലിയ മുഴക്കം പോലൊക്കെ തോന്നുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, എനിവേ, നമുക്ക് നിങ്ങൾക്ക് സ്ലൈഡ് കാണാമോ? Can you please show the slides? എല്ലാവർക്കും കാണാമോ? ഓക്കെ. ഞാനിനി പറയുന്ന ഈ ചില വേദഭാഗങ്ങളാണ് അവരുടെ ചില പ്രൂഫ് ടെക്സ്റ്റായിട്ട് ഉപയോഗിക്കപ്പെടുന്ന വേദഭാഗങ്ങൾ. ഒന്ന് മത്തായിയുടെ സുവിശേഷം, മാത്യൂസ് ഗോസ്പൽ 10:23. നമ്മുടെ കർത്താവ് പറഞ്ഞു, I say to you, you will not have gone through all the towns of Israel before the Son of Man comes. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
Another verse, Matthew's Gospel 16:28. മത്തായി സുവിശേഷം 16:28. Truly I say to you, there are some standing here who will not taste death until they see the Son of Man coming in his kingdom. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുവോളം, അല്ലെങ്കിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായി സുവിശേഷം 24:34. Truly I say to you, this generation, this generation will not pass away until all these things take place. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളിപ്പോൾ കണ്ടതാകുന്ന all these passages, there are some who teach that all biblical prophecies has been fulfilled. കാരണം യേശു കർത്താവ് ഇത് പറയുന്നത് വളരെ ക്ലിയർ അല്ലേ? Truly I say to you, this generation will not pass away until all these things take place. ഈ തലമുറ എന്ന് പറയുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ചല്ലേ? മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Truly I say to you, there are some standing here who will not taste death until they see the Son of Man coming in his kingdom. അപ്പോൾ ഈ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ അവർ പറയുന്നതാകുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒന്ന്, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ, വിശേഷിച്ച് മത്തായി സുവിശേഷം 24, അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിലെ പല വേദഭാഗങ്ങളും യെരുശലേമിന്മേൽ വരാൻ പോകുന്ന ദൈവിക ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുന്ന ചില വേദഭാഗങ്ങളുണ്ട്. There are very many passages, especially in the Gospel of Matthew, which speak about the imminent or impending destruction of the city of Jerusalem and God's judgment on the people of that generation. And the Lord speaks to them, the Son of Man will come in judgment on this generation. അത് കർത്താവ് പറഞ്ഞതാ. അതായത് മനുഷ്യപുത്രൻ ഈ തലമുറയെ ജഡ്ജ് ചെയ്യും. ആൻഡ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. The coming of Christ in judgment, as far as the Jewish people or that nation is concerned, was fulfilled in the destruction of Jerusalem in AD 70. AD 70 അന്ന് യെരുശലേമിന്മേൽ ഉണ്ടായതാകുന്ന ആ ദൈവിക ന്യായവിധിയിൽ, അല്ലെങ്കിൽ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, കമ്മിങ് ഓഫ് സൺ ഓഫ് മാൻ ഇൻ ജഡ്ജ്മെൻറ്റ് ഹാസ് ബീൻ ഫുൾഫിൽഡ് when Jerusalem was destroyed by Titus, the Roman general. റോമാക്കാരനാകുന്ന തീത്തോസ് ജെറുസലേമിലേക്ക് കടന്നു വന്ന്
ജെറുസലേമിനെ നശിപ്പിക്കുന്നു, ദൈവാലയത്തെ നശിപ്പിക്കുന്നു. ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ്. അപ്പോൾ ആ കാര്യം യേശു കർത്താവ് പറയുന്നുണ്ട്. The Son of Man will come in judgment on this generation. അപ്പോൾ ഈ തിരുവചന ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ചില വാക്യങ്ങളുടെ വെളിച്ചത്തിൽ അവർ പറയുന്നത്, കർത്താവ് എല്ലാ പ്രോഫസീസും സംഭവിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന്, Christ has already come. Satan and Antichrist have been thrown into the lake of fire. അതൊക്കെയാണ് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്വാനെ നമ്മുടെ വേദികളിൽ കയറ്റി പ്രസംഗിപ്പിച്ച പല വേദികൾ എനിക്കറിയാം. ഞാൻ പേരൊന്നും എടുത്ത് ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ അദ്ദേഹം കത്തോലിക്കയിൽ അങ്ങ് പോയി, താങ്ക് ഗോഡ്. ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ he was right from that day, he was off track, but we couldn't discern ചെയ്യാൻ കഴിഞ്ഞില്ല. I used to warn where I could influence a group of people. എനിക്ക് സംസാരിപ്പാൻ കഴിയുന്നവരോടൊക്കെ ഞാനത് വാൺ ചെയ്യുമായിരുന്നു. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. പക്ഷേ I don't know why. എന്തുകൊണ്ട് the people who ought to understand who is teaching or who is deviating from the teachings of Christ, the people who should have understood and warned the people about such false prophets, they took everything for granted. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. Even today there are people who teach things which are against the teachings of the word. But we don't realize it because we have become biblically illiterate. We don't understand what somebody is talking. We don't understand, and we don't take the pain of studying the word. നമ്മൾ പല സന്ദർഭങ്ങളിലും ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല. അതിൻ്റെ കാരണം ദൈവവചനം പഠിക്കാനുള്ളതാകുന്ന ആ ഒരു പെയിൻ എടുക്കാൻ നമ്മൾ പലരും തയ്യാറല്ല. ആരെങ്കിലും പറയുന്നതിൻ്റെ ഇതെല്ലാം വേദവാക്യമായിട്ട് അംഗീകരിപ്പാൻ ഇന്ന് പലർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിന്ന് ഈ ഒരു ചിന്ത ഒന്ന് തുടർന്ന് ചിന്തിപ്പാനായിട്ട് പോകുകയാണ്. ഈ ഒരു ടീച്ചിങ്ങിനെ പൊതുവെ വിളിക്കപ്പെടുന്ന ഒരു പേരുണ്ട്. അത് ഇതൊന്നും കാണാൻ പഠിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. വിളിക്കുന്നൊരു പേരാണ്. അതിൻ്റെ പേരാണ് പ്രിറ്ററിസം എന്നാണ് അതിനെ വിളിക്കുന്നത്. പ്രിറ്ററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലാറ്റിൻ പദമാണ്. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ: പാസ്റ്റ്, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവ് വന്നേച്ചു പോയി, ന്യായവിധി സംഭവിച്ചു, AD 70 എല്ലാം തീർന്നു, മനുഷ്യവരുടെ പുനരുത്ഥാനവും കഴിഞ്ഞു, പിശാചിനെ ലേക്ക് ഓഫ് ഫയറിൽ തള്ളിയിട്ട് കഴിഞ്ഞു, 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞു, പുതിയ ആകാശവും പുതിയ ഭൂമിയിലുമാണ് നമ്മളിപ്പോൾ താമസിക്കുന്നതെന്നാണ് ഈ കൂട്ടരുടെ ചിന്ത. എനിവേ, അങ്ങനെയുള്ളതാകുന്ന ഒരു പഠിപ്പിക്കൽ ഞാൻ മുമ്പേ നമ്മൾ കണ്ടതാകുന്ന ഈ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ അവർ അല്ലെങ്കിൽ these are the verses on which they ground their argument. നമ്മൾ ഈ തിരുവചന ഭാഗത്തിൻ്റെ എക്സ്പൊസിഷൻ ഇന്ന് നൽകുകയില്ല, അതിന് നമുക്കിന്ന് സമയമില്ല. we are going to continue studying this. നമ്മളിത് മുൻപോട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഇന്ന് നേരത്തെ കാണിച്ച ആ വേദഭാഗങ്ങളുടെ എല്ലാം വിശദീകരണം ഓരോ വാക്യങ്ങളും എടുത്ത് ഇന്ന് നൽകുന്നില്ല.
അതിനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട്. എന്നാൽ പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് ദൈവവചനപ്രകാരം നമുക്ക് നമ്മുടെ ഫെയ്ത്ത് ഗ്രൗണ്ട് ചെയ്യുവാൻ തക്കവണ്ണം ദൈവവചനത്തിൽ നമ്മുടെ അടിസ്ഥാനം എന്താണ്? ഹൗ ക്യാൻ വി സ്റ്റിൽ ഹോപ്പ്? ഹൗ ക്യാൻ വി സ്റ്റിൽ ground our faith in the promise of the Lord Jesus coming? നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് എന്നുള്ളത് എന്തുകൊണ്ട് അത് ഇറ്റ് ഈസ് എ സ്റ്റിൽ അൺഫുൾഫിൽഡ് പ്രോമിസാണ്. വി ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. എന്തുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിപ്പാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ച് നമ്മുടെ വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ, ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിലുള്ളതിനെയൊക്കെ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വെരി ഗുഡ്, നല്ലത് എന്ന് കർത്താവ് കണ്ടു. അതുമാത്രമല്ല, ആ സൃഷ്ടിയെ കർത്താവ്, ഗോഡ് ബ്ലെസ്സസ് ഹിസ് ക്രിയേഷൻ. ഈ ഒരു സൃഷ്ടി നമുക്കറിയാം, മനുഷ്യൻ്റെ പാപം നിമിത്തം, ബിക്കോസ് man have sinned and he falls short of the glory of God. മനുഷ്യൻ്റെ വീഴ്ച നിമിത്തം മനുഷ്യന് മാത്രമല്ല കേട് സംഭവിച്ചത്, പിന്നെയോ സൃഷ്ടിക്കും വീഴ്ചയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, when God reverses the fall of human being or the fall of humankind, it is very logical and reasonable to suppose that God will reverse the judgment on the creation. അതായത്, മനുഷ്യൻ്റെ പാപം നിമിത്തം അവന് മാത്രമല്ല വീഴ്ച സംഭവിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇൻ ദ ബുക്ക് ഓഫ് ജെനസിസ് വി റീഡ്, ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ബ്ലെസ്ഡ്, ദ ക്രിയേഷൻ ബീയിങ് ബ്ലെസ്ഡ്, there is a curse on the creation. Creation itself, according to Paul the Apostle in Romans chapter 8, was subjected to futility. സൃഷ്ടി ആ ദ്രവത്വത്തിന് കീഴിലേക്ക് വീണെന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതിൻ്റെ ഒരു റിവേഴ്സലിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞതാകുന്ന വേദഭാഗങ്ങളെക്കുറിച്ച് നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട. വി വിൽ ടോക്ക് അബൌട്ട് ഈച്ച് വേഴ്സ്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബട്ട് നൗ നമ്മൾ അതിൻ്റെ ആ പ്രധാനപ്പെട്ട ഉപദേശം ഒന്ന് മനസ്സിലാക്കണം. ആ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവവചനം പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ശാപത്തിനെല്ലാം തന്നെ ഒരു റിവേഴ്സൽ ഉണ്ടാകും. ചില വാക്യങ്ങളൊന്ന് വായിച്ചോളൂ, അല്ലെങ്കിൽ ആ വേദഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 65-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം. ആരെങ്കിലും മൈക്ക് ഉപയോഗിച്ചൊന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. നോക്കുക, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. There is the promise of God creating a new heaven and a new earth. God will create that. And 66 verse 22.
ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കുക, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രോമിസ്. പഴയതിനെ കുറിച്ച് നമുക്കറിയാം, പഴയത് പാപനിമിത്തം അക്കേഴ്സിന് അല്ലെങ്കിൽ ആ ശാപത്തിന് അധീനമായപ്പോൾ ഒരു പുതിയതിനെ ദൈവം സൃഷ്ടിക്കും. 2 പത്രോസ് 3:13, റെവലേഷൻ 21:1 ഈ വാക്യങ്ങളൂടെ ഒന്ന് വായിക്കാം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നോക്കുക, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നമ്മളത് മനസ്സിലാക്കണം. സോ മനുഷ്യൻ്റെ പാപനിമിത്തം നമ്മൾക്കറിയാം, പാപനിമിത്തം എന്താ സംഭവിച്ചതെന്ന് വേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നത്, നീ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ് പറഞ്ഞേ. പക്ഷെ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കും, ആദാം അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു. പക്ഷെങ്കിൽ വേദപുസ്തകം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദാം മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? ദൈവവുമായിട്ടുള്ളതാകുന്ന അവൻ്റെ ബന്ധം അവിടെ അവസാനിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, പാപനിമിത്തം അവൻ്റെ ആത്മാവ് മൃതമായി തീർന്നു. അവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അവൻ്റെ ഇന്നർ മാൻ മരിച്ചു, അല്ലേ? അതുകൊണ്ടാണ് ആദാമിൽ മനുഷ്യൻ മരിച്ചപ്പോൾ ക്രിസ്തുവിൽ എല്ലാവരും എന്ത് ചെയ്യപ്പെടുന്നു? ജീവിക്കപ്പെടുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. എഫേഷ്യൻസ് 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നോക്കിയേ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അപ്പോൾ ആദ്യം മനുഷ്യനിൽ സംഭവിച്ചതെന്താണോ, when God restores human being, പാപത്തിൽ വീണുപോയ മനുഷ്യനെ ദൈവം റെസ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യം സംഭവിച്ച മരണം, മൃത്യു, അവിടെയാണ് ആ റിവേഴ്സൽ ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അവിടെ ആ റിവേഴ്സൽ ഉണ്ടാകുന്നത്. പിന്നീട് നമുക്കറിയാം അത് എവിടെ വരെ ചെല്ലുമെന്നറിയാമോ? അവസാനം ചെന്ന് എത്തുന്ന എവിടെയാണെന്നറിയാമോ? നമ്മുടെ ആത്മാവ് മാത്രമല്ല, നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. നോക്കണം, മനുഷ്യൻ്റെ ആ വീഴ്ചയിൽ സംഭവിച്ചത് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അവൻ കറപ്റ്റായി, അവൻ്റെ ഇന്നർ മാൻ പാപനിമിത്തം കറപ്ഷനിലേക്ക് പോയി. ദൈവവുമായിട്ട് അവന് ബന്ധമില്ല. ദൈവിക വിഷയങ്ങൾ അവന് പ്രശ്നമല്ല. ദൈവിക കാര്യങ്ങളിൽ അവന് സന്തോഷിപ്പാൻ കഴിയത്തില്ല. ദൈവവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ അസ്തമിച്ചു. എന്നാൽ ശ്രദ്ധിച്ചേ, ദ എക്സാക്ട് റിവേഴ്സൽ ഹാപ്പൻസ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. നോട്ട് ഇല്ലേ, റിവേഴ്സ് ഓർഡറിലാണ് സംഭവിക്കുന്നത്. ആദ്യം ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. റിവേഴ്സ് ഓർഡർ അല്ല, എന്താ പറയുന്നത്, ആദ്യം സംഭവിച്ചതിൻ്റെ റെസ്റ്റോറേഷൻ ആദ്യം ഉണ്ടാകുക. ആദ്യം സംഭവിച്ചതിൻ്റെ റെസ്റ്റോറേഷൻ. പിന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം, ഭൂതബാധിതരെ 8-9 അധ്യായങ്ങളാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്. ഭൂതബാധിതരെ എന്ത് ചെയ്യുന്നു? അവരെ വിടുവിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ പരീശന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഉടനെ കർത്താവിൻ്റെ മറുപടി,
അങ്ങനെ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാനിത് പരിശുദ്ധാത്മാവിനാൽ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നെന്ന്. അപ്പോൾ ദൈവരാജ്യം വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് കർത്താവ് കാണിച്ചു കൊടുത്തത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് വരാൻ പോകുന്ന ആ രാജ്യം എന്താണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്? മനുഷ്യൻ്റെ ആത്മാവ് മാത്രമല്ല, പിന്നെ അവൻ്റെ ശരീരത്തെയും എന്ത് ചെയ്യും? വീണ്ടെടുക്കും. ശരീരത്തെയും റെസ്റ്റോർ ചെയ്യും. ആ ശരീരത്തിൻ്റെ റെസ്റ്റോറേഷനിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു കർത്താവിൻ്റെ അവിടുത്തെ ഐഹിക ജീവിതകാലത്ത് അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവർത്തികൾ, രോഗസൗഖ്യങ്ങൾ. പക്ഷെ അതെല്ലാം ടെമ്പററിയാണ്. കാരണം അത് കംപ്ലീറ്റ് റെസ്റ്റോറേഷനിലേക്ക് വരുന്നില്ല. ഇന്നും ദൈവം അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്ന രോഗസൗഖ്യങ്ങളോ, എന്തിനേറെ ചില സന്ദർഭങ്ങളിൽ മരിച്ചവരുയർക്കുന്ന ഇൻസ്റ്റൻസസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുവരെ സംഭവിക്കുന്നത് എന്തിലേക്കാണ് ചൂണ്ടുന്നതെന്നറിയാമോ? ഒരു കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ സംഭവിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ എവിടെയാണോ ദൈവം നല്ലതെന്ന് പറഞ്ഞത്, ബ്ലെസ്സഡ് എന്ന് പറഞ്ഞത്, ദൈവം സൃഷ്ടിയെ അനുഗ്രഹിച്ചത്, ആ സൃഷ്ടി പാപം നിമിത്തം, മനുഷ്യൻ്റെ പാപം നിമിത്തം വീണുപോയെങ്കിൽ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനോടനുബന്ധമായിട്ട് മനുഷ്യനെ സമ്പൂർണമായി അവൻ്റെ ശരീരത്തെയും വീണ്ടെടുക്കുമ്പോൾ മനുഷ്യനെ മാത്രമല്ല ഭൂമിയെയും ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? വീണ്ടെടുക്കും. സോ ദീസ് തിങ്സ് ആർ യെറ്റ് ടു ടേക്ക് പ്ലേസ്. നമ്മൾ ചില വേദഭാഗങ്ങളിലൂടെ തുടർന്ന് കാണാനായിട്ട് പോവുകയാണ്. അനേക വേദഭാഗങ്ങളുണ്ട്. പഴയ നിയമത്തിൽ യെശയ്യാവ് 9, 11, 25, 26 അധ്യായങ്ങൾ, 35 അധ്യായം, 65, 66 ഈ അധ്യായങ്ങൾ, ഐസയ ചാപ്റ്റർ 9, 11, 25 to 26, 35, 65 to 66, all these verses, ഈ വേഴ്സസ് അല്ലെങ്കിൽ ഈ വേദഭാഗങ്ങളെയെല്ലാം ബാക്ക് ടു ഏഡൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതായത് ഏദൻ തോട്ടത്തിലെ ആ അവസ്ഥയിലേക്ക് ഭൂമിയെ എന്ത് ചെയ്യും? ദൈവം റെസ്റ്റോർ ചെയ്യും. എന്നാൽ ആ പഴയ നിയമ വേദഭാഗങ്ങൾ ഒരു പക്ഷേ സിംബോളിക്കാണെന്ന് ചിലർ പറയാറുണ്ട്. അങ്ങനെയല്ല എന്നാൽ ചിലർ പറയാറുണ്ട്. നമ്മൾ ലെറ്റ് us give them the benefit of doubt. Even if we agree with them, this passage is unmistakably clear. ഈ വേദഭാഗം, അതായത് റോമാലേഖനം 8 അധ്യായം 18 മുതൽ 23 വരെയുള്ളതാകുന്ന ഈ വേദഭാഗം വളരെ കൃത്യമാണ്. നമുക്ക് ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും. നോക്കുക, ഒന്നാമത് നമ്മൾ കാണുന്നത് സൃഷ്ടി ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഫ്യൂട്ടിലിറ്റി. 8:20. ആ ഒരു ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് എന്തോ പ്രാപിക്കും? വിടുതലുണ്ടാകും. അടുത്തത് നെക്സ്റ്റ്, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. നോക്കുക, അപ്പോൾ in relationship with, അല്ലെങ്കിൽ in relation to us, when that happens, when we are redeemed fully, the creation also will be redeemed. അതുകൊണ്ടാണ് 8:22 വരുമ്പോൾ സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. They are the groaning creation. So
just as human sin had consequences that affected the created order, so also the created order will be caught up in final human redemption and be restored. അതായത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് സൃഷ്ടിക്ക് അതിന് വീഴ്ച സംഭവിച്ചു എങ്കിൽ മനുഷ്യൻ്റെ ആ വീണ്ടെടുപ്പിൽ സൃഷ്ടിയും ആ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, ഞാൻ മനുഷ്യൻ്റെ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും കാര്യം അല്ല ഈ പറയുന്നത്, ക്രിസ്തുവേശുവിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. യൂണിവേഴ്സൽ സാൽവേഷനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഒരു മീറ്റിങ്ങിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ ക്ലിയറാണ്. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ, നോക്കുക, ഇന്നുവരെ എന്ത് ചെയ്യുന്നു? ഈറ്റുനോവോടെ ഇരിക്കുന്നുവല്ലോ. അത് സൃഷ്ടിയെ എന്താ പറയുന്നത്, ജീവനില്ലാത്ത സൃഷ്ടിയെ പേഴ്സോണിഫൈ ചെയ്ത് പറയുക. പേഴ്സോണിഫിക്കേഷൻ ഒരു വ്യക്തി എന്ന നിലയിലൊക്കെയാണ് സൃഷ്ടിയെ അവിടെ പറയുന്നത്. ആ സൃഷ്ടി പോലും എന്ത് ചെയ്യുകയാണ്? ഈറ്റുനോവോടെ ഇരിക്കുന്നുവല്ലോ. നോക്കുക, ഈ ലോകം ഇതിങ്ങനെ എന്താ പറയുന്നത്, ഫോറെവർ, ഒരന്തവുമില്ലാതെ ഇങ്ങനെ കടന്നു പോകും, അങ്ങനെയല്ല. നേരെ മറിച്ച് ഇതിന് ഒരു വ്യത്യാസം വരാൻ പോകുകയാണ്. ഇതിനൊരു വലിയ വ്യത്യാസം. 2 പത്രോസ് 3-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, പലപ്പോഴും നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇതിൻ്റെ ഫൈൻ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ചിന്ത. അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലെന്നേ. ഇതൊരു സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ല. അതിനകത്ത് സയൻസ് ഒന്നും കുത്തിക്കേറ്റണ്ട. Peter, whatever is revealed to him by the inspiration of the Holy Spirit, he has written down. അത് താൻ അങ്ങനെ എഴുതിയേക്കുക. 2 Peter chapter 3 beginning with verse 10. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴുവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് ശ്രദ്ധിക്കണം. ഇത് സത്യത്തിൽ അവിടെ ആ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സുടക്കി നിൽക്കണ്ട. ഞാനത് ചിലപ്പോൾ ചില പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഒരൊറ്റ വാക്യം എടുത്ത് വെച്ച് 2 ദിവസമൊക്കെ പ്രസംഗിച്ച് കളയും. മൂലപദാർത്ഥങ്ങളുടെ കാര്യവും വെന്തഴിയുന്ന കാര്യവും. അത് വെന്തഴിയുമെന്നേ, അത് മൂലപദാർത്ഥങ്ങൾ എന്താണെന്നൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ മിഡിൽ ഈസ്റ്റിൽ ഇനി എത്ര ഗ്യാലൻ ഓയിലുണ്ടെന്ന് കണക്ക് കൂട്ടി ഇവിടെ നിന്ന് പറഞ്ഞില്ലേലും അത് മനസ്സിലാക്കിയില്ലേലും ഒരു കുഴപ്പവും വരാനില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ കൺക്ലൂഷൻ ഒന്ന് ശ്രദ്ധിച്ച് 12ഉം 13ഉം വാക്യങ്ങൾ 12 and 13. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം. Because this is going to happen. Peter was so certain about that. This is going to happen. This will take place. ഇതിനെക്കുറിച്ച് അവർക്കൊന്നും യാതൊരു സന്ദേഹവുമില്ലായിരുന്നു. അവർക്ക് ഭയങ്കര ഉറപ്പായിരുന്നു ആ കാര്യം. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? പീറ്റർ ഈ 2 പീറ്ററിൽ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ അത് കണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളത് കണ്ടെന്നാണ് പറയുന്നത്. പത്രോസ് അവിടെ സാക്ഷ്യം പറയുന്നുണ്ട്. എന്താണ് ഞങ്ങൾ കണ്ടത്? ഈ 2 പത്രോസ് അതിൻ്റെ 2 Peter chapter 1 അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ചാപ്റ്റർ 1 വേഴ്സ് 16 ഒന്ന് വായിച്ചേ.
ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. നോക്കുക, പത്രോസ് പറയുക, ഞങ്ങൾ നിങ്ങളോട്, അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും, ആ വാക്ക് ശ്രദ്ധിച്ചേ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുക, കർത്താവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും ഇല്ലേ? എങ്ങനെയാണ്? 2 Peter chapter 1 verse അല്ലേ 116 അതിങ്ങനെയാണ്, for we did not follow cleverly devised myths when we made known to you the power and coming of our Lord Jesus Christ, but we were eyewitnesses of his majesty. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് പറയുന്നത്. വാട്ട് പീറ്റർ ഈസ് റെഫറിങ് ടു? ക്യാൻ യു ടെൽ മീ? പത്രോസ് എന്തിനെക്കുറിച്ചായി പറയുന്നതെന്നറിയോ? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇല്ലേ? Verse 17. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അപ്പോൾ that was the purpose of transfiguration. According to Peter, when Jesus Christ took 3 of his disciples, the inner circle, and they went to the top of the mountain, and before their eyes he was changed. അവിടെ പറയുന്നത് ഭയങ്കര, അവൻ്റെ വസ്ത്രമൊക്കെ പ്രകാശിക്കാൻ തുടങ്ങി. മാത്രമല്ല, മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിക്കും. ആ വിഷയത്തെക്കുറിച്ച് അവിടെ ഒരു അറ്റസ്റ്റേഷൻ ഉണ്ടായി. ഞങ്ങൾ ഇത് കേട്ടപ്പം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ അപ്രൂവലായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് പറയുക, ഞങ്ങൾ അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായിട്ടായത് പറയുന്നത്. ഒന്ന്, we are eyewitness to the majesty of our Lord. How it will be, how the second coming of our Lord will be. We had a foretaste of it on the Mount of Transfiguration. That is exactly what Peter says here. പത്രോസ് സത്യത്തെ ഇവിടെ പറയുന്നത്, ആ മറുരൂപ മലയിൽ ഞങ്ങൾക്ക് ലഭിച്ചതാകുന്ന കർത്താവിൻ്റെ മെജസ്റ്റിയുടെ വെളിപ്പാട്, ഇറ്റ് ഈസ് പോയിന്റിങ് ടു ദ സെക്കൻഡ് കമ്മിങ്. അത് ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. എന്നാൽ ഞങ്ങളുടെ ആ ദൃക്സാക്ഷി വിവരണം മാത്രമല്ല നിങ്ങളുടെ വിശ്വാസം ഇതിലേക്ക് ഉറപ്പിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, അടുത്തത് 19 വാക്യം, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. പ്രവാചക വാക്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നേ, വേഴ്സ് the prophetic messages, the prophetic message. എന്താണ് prophetic message? Prophetic message, of course, Peter is referring to the Old Testament prophecies of യെശയ്യാവും എസെക്കിയേലും ഒക്കെ പലയിടത്തായിട്ട് ചെതറിക്കിടക്കുന്ന യേശു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ആ വാക്യങ്ങൾ. പത്രോസ് പറയുക, പ്രവാചക വാക്യവും അധികം
സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. നോക്കിയേ, അപ്പോൾ എന്തിനാണ് വേദപുസ്തകം പ്രവാചക വാക്യം നമുക്ക് തന്നേക്കുന്നത്? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ എന്ന് പറഞ്ഞാൽ, ദിസ് വേൾഡ് ഈസ് എ ഡാർക്ക് പ്ലേസ്. In this dark place, if we have to steer clear of all the pitfalls along the way, we need the message. We need the light of God's word. That is the meaning here. പത്രോസ് അതാ പറയുന്നത്. കോഴി കൂകുകയും എന്താ പറയുന്നത്, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. ഉദയനക്ഷത്രം ഉദിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് വരുവോളം എന്തോ ചെയ്യണം, ഇത് കരുതിക്കോണമെന്ന്. മനസ്സിലായോ? ഇത് പ്രവാചകവാക്യം നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ഇഷ്ടത്താലൊന്നും വന്നതല്ല, മനുഷ്യൻ്റെ സ്വയമായ വ്യാഖ്യാനത്താലൊന്നും സംഭവിച്ചതല്ല. മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവരായി എഴുതി വെച്ചതാ അത് ഇന്ന്. അതുകൊണ്ടല്ലേ 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, അങ്ങയുടെ വചനം എൻ്റെ യുവർ വേർഡ് ഈസ് എ ലൈറ്റ് അൺടു മൈ ഫീറ്റ്. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇറ്റ് ഈസ് എ ലാമ്പ് ആൻഡ് എ ലൈറ്റ്. സോ വി നീഡ് ഗോഡ്സ് വേർഡ് all the more, and we need to meditate on God's word every day. അപ്പോൾ നമ്മൾ മുമ്പേ വായിച്ച വേദഭാഗത്തേക്ക് പിന്നെ മടങ്ങി വരാം. എന്താ പ്രധാനപ്പെട്ട വിഷയം? ഇവയൊക്കെയും 2 പത്രോസ് 3:11 വായിച്ചോ, 11ഉം 12ഉം കൂടെ. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നു. Of course, ഇതെല്ലാം സിംബോളിക് ലാംഗ്വേജ് ആണെന്ന് നമുക്കറിയാം. ആകാശം എന്നൊക്കെ പറയുന്നതും ഫെർമമെന്റ്, ആകാശം ഒരു വിധാനമാണ് എന്നൊക്കെ പറയുന്നതെല്ലാം സിംബോളിക് പോയറ്റിക് ലാംഗ്വേജാണ്, സംശയമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ, അവിടെ നമ്മൾ സയൻസ് ഒന്നും കണ്ടെത്തണ്ട. മനുഷ്യൻ്റെ ആ ക്രിയേറ്റിവിറ്റി ദൈവം അനുവദിച്ചേക്കുക. അവിടെ ആ പോയറ്റിക് ലാംഗ്വേജാ, സിംബോളിസംസാ പലയിടത്തും. എന്നാൽ അങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട്. അപ്പോൾ എങ്ങനെയാ ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നവനാണെങ്കിൽ, വേഴ്സ് 12, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. If I really believe that the Lord Jesus Christ is going to come, how do I know? ഞാൻ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവനായിരിക്കണം. ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഭക്തി എന്ന ആ വാക്ക് തന്നെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലവ് ഫോർ ഗോഡ്, ഡിസയറിങ് ഗോഡ് അബവ് എവറിത്തിങ് ആൻഡ് ഫിയറിങ് ഗോഡ്. ദീസ് ആർ ദ 3 elements of godliness: love of God, desire for God, and fearing God. യഹോവ ഭയം. മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു. അതുകൊണ്ടാ
ഈ നമ്മൾ പാട്ട് പാടുമ്പോൾ നീയല്ലോ ഞങ്ങൾക്കുള്ള, ഞാൻ പല പ്രാവശ്യം തിരുത്തിയിട്ടുണ്ട് പലയിടത്തും, എന്നാലും ആൾക്കാരത് തിരിച്ചേ പാടത്തുള്ളൂ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഐ ഡിസയർ യു ലോർഡ്, ദെൻ ഐ ലവ് യു ലോർഡ്, ലവ് യു ലോർഡ്. അപ്പോൾ വിശുദ്ധ ജീവിതവും ഭക്തിയും, ആ രണ്ട് വാക്കാണ് ക്രിസ്ത്യൻ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് വാക്ക് ഹോളിനെസ് ആൻഡ് ഗോഡ്ലിനെസ്. ഹോളിനെസ് ആൻഡ് ഗോഡ്ലിനെസ്. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നോക്കിയേ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒരു വേദഭാഗം കൂടെ ഒന്ന് വായിക്കാം. നമ്മൾ ഒന്ന് രണ്ട് വാക്യം കൂടെ വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ബട്ട് ദിസ് സബ്ജക്റ്റ് വിൽ കണ്ടിന്യൂ, വി വിൽ കണ്ടിന്യൂ. നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. വി വിൽ കണ്ടിന്യൂ സ്റ്റഡിയിങ് ദിസ് ഫോർ ഫ്യൂ വീക്സ്. ഓക്കെ, അടുത്ത ഒരു വാക്യം കൂടെ, വെളിപ്പാട് പുസ്തകം 20:11 വായിച്ചോളൂ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 3:21 നമ്മളിങ്ങനെ വായിക്കുന്നു, there will be the goal, the intended goal is the restoration of all things. Acts 3:21. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം. ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്ത്. there will be a restoration of all things. restoration of all things. ഇനിയും ഒന്ന് രണ്ട് വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 1:10 ഒന്ന് വായിച്ചോളൂ. എഫേഷ്യൻസ് 1:10. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. നോക്കിയേ, ശ്രദ്ധിച്ചേ, ഇവിടെ പോള് ക്രിസ്തുയേശുവിൽ നമ്മളെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ തുടങ്ങുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ പാദം എന്താണെന്നറിയാമോ? നമ്മൾ വായിക്കുന്നു 5-ാമത്തെ വാക്യം. നമ്മൾ വായിക്കുന്നു 3-ാം വാക്യത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ നമ്പർ 1, 5-ാമത്തെ വാക്യത്തിൽ ദ ബ്ലെസ്സിങ് ഓഫ് വേഴ്സ് 5, തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അപ്പോൾ ദ ബ്ലെസ്സിങ് ഓഫ് ഇലക്ഷൻ, ദാറ്റ് ഈസ് ദ നമ്പർ 1 ബ്ലെസ്സിങ്. യേശു ക്രിസ്തുവിൽ ഞങ്ങളെ സകല ആത്മീക അനുഗ്രഹത്താലും എന്തൊക്കെയാണ് അവിടെ പല, ഞാൻ ഈ വിഷയം ഇവിടെ പ്രസംഗിച്ച വിഷയമാണ്, അതുകൊണ്ട് അധികം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ദ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്, ട്രൂ ബ്ലെസ്സിങ് ഈസ് ദ ഫാദർ. അനുഗ്രഹത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്ന പിതാവ്. 2, the spear of blessing is in the Lord Jesus Christ. അനുഗ്രഹത്തിൻ്റെ പരിമിതി ക്രിസ്തുവേശുവിൽ. പിന്നെ ആ അനുഗ്രഹത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? the nature of blessing, it comes from the Spirit and it has to do with our spirit. കേട്ടോ, ക്രിസ്തുയേശുവിൽ സ്വർഗത്തിലെ
സകല ആത്മീക അനുഗ്രഹത്താലും നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേച്ച് ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് പോൾ താഴോട്ട് വിവരിക്കുക. എന്തൊക്കെയാണ് അനുഗ്രഹങ്ങളെന്നറിയാമോ? ഒന്ന്, നമ്പർ 1, ഹി ചോസ് us ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മളെ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് വല്ല ഗുണമുണ്ടായിട്ടാണോ? ചിലർ പറയും ഞാൻ വിശ്വസിക്കുമെന്ന് കർത്താവ് കണ്ടിട്ട്. അങ്ങനൊന്നുമല്ല. കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്നെ തിരഞ്ഞെടുത്തത്, നാം വായിക്കുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അതിൻ്റെ അർത്ഥം ഞാൻ വിശുദ്ധനുമല്ലായിരുന്നു, നിഷ്കളങ്കനുമല്ലായിരുന്നു. അങ്ങനെ ഒരുത്തനെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ബ്ലെസ്സിങ്. That is the greatest blessing. The past blessing of election. Then Paul says the present blessing of adoption. Adopting us. അല്ലേ? തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ എന്ത് ചെയ്തു? ദത്തെടുത്തു. God electing us in the past. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വലിയ ഹോർഡിങ്ങൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ബ്ലെസ്സിങ് ബ്ലെസ്സിങ് ബ്ലെസ്സിങ്. സത്യത്തിൽ എന്നാ ബ്ലെസ്സിങ്? വേദപുസ്തകം പറയുന്ന ബ്ലെസ്സിങ്ങും ഈ പലരും പറയുന്ന ബ്ലെസ്സിങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല. വേദപുസ്തകം പറയുന്ന ബ്ലെസ്സിങ്, ആത്മാവിൽ ദരിദ്രനായവൻ, ബ്ലെസ്സഡ് ആർ ദ poor in spirit. Blessed are those who mourn. ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇന്നത്തെ സുവിശേഷന്മാർ പറയുന്ന അതിൻ്റെ നേരെ വിപരീതം. അതാ ഞാൻ പറയുന്നത്, ഇതെല്ലാം പൈശാചികമാകുന്ന വലിയ വഞ്ചനയാണ്. വലിയ വഞ്ചനയാണ്. എന്താ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അൾട്ടിമേറ്റ് ബ്ലെസ്സിങ് ആയിട്ട് യോഹന്നാൻ പറയുന്നത് എന്നാണെന്നറിയാമോ? എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ. ഇത് വല്ലതും ഇന്നത്തെ സോക്കോൾഡ് പ്രസംഗങ്ങളുമായിട്ട് ഒത്തുപോകുന്ന കാര്യമാണോ? അല്ല. എൻറ്റയർലി ഡിഫറെൻറ്റ്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ. അപ്പോൾ വേദപുസ്തകം ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാ പ്രിയപ്പെട്ടവരെ. ആ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വേറൊന്നും മനസ്സിലേക്ക് കയറി വരരുത്. ആ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ഹി ഇലക്റ്റഡ് us in Christ Jesus in the past. Now in the present he chose us. He chose us to be his children. His children. ദത്തെടുത്തു, അഡോപ്റ്റ് ചെയ്തു, ദൈവഭവനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തു. ഇനിയും തീർന്നില്ല ബ്ലെസ്സിങ്, തീർന്നില്ല. ഇനിയും വരാൻ പോകുന്ന ബ്ലെസ്സിങ് എന്താണെന്നറിയാമോ? ഇനിയും വരാൻ പോകുന്ന ബ്ലെസ്സിങ് സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതാകട്ടെ, തന്നിൽ ഒന്നായി ചേർക്ക എന്ന എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ, ഇപ്പോൾ സ്വർഗത്തിലുള്ളവർ, ഭൂമിയിലുള്ള ദൈവമക്കൾ, പിന്നെ ഈ സൃഷ്ടി, ഇതെല്ലാം കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ. അതാ വരാൻ പോകുന്ന ബ്ലെസ്സിങ് അക്കോർഡിംഗ് ടു പോൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 2. ഒരു വാക്യം കൂടെ വായിച്ചു. ഇത് അവൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കൃപാ മഹത്വത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് തന്നെ. അതിന്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചു. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. നോക്കുക, അപ്പോൾ തീർന്നില്ല ആ കൃപയുടെ കരുതൽ തീർന്നില്ല. വരും കാലങ്ങളിൽ ആ കൃപയുടെ അത്യന്ത ധനത്തെ
നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നോക്ക്, അപ്പോൾ ഒരു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ആഴ്ച ചിന്തിക്കും. സ്പിരിച്വലി അത് സംഭവിച്ചു, ആത്മീയമായി ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ ദർ വിൽ കം എ ഡേ, ഈവൻ ഈ ശരീരം അതാ പറയുന്നത്, ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നത്തിങ് ഷാൽ സെപ്പറേറ്റ് ദം ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിലുള്ള ആ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ ഒന്നും കഴിയുകയില്ല. വി ആർ വി ആർ ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായിട്ടുള്ള യൂണിയനില്ല, കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് വന്ന വീണ്ടും ജനിച്ച ഒരു ഭക്തൻ്റെ പ്രത്യാശയാണ്. ആ പ്രത്യാശ അത് ഭാഗികമായിട്ട് ഇന്ന് നിറവേറിയെങ്കിലും അക്ഷരീകമായിട്ട് സമ്പൂർണമായിട്ട് നിറവേറാൻ പോകുന്ന ഒരു നാൾ വരാൻ പോകുക. ഞാൻ ചിന്തിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് വരുമെന്ന്. ഐ ഓൾവേസ് എവ്രി ഡേ പ്രേ, കം ലോർഡ് ജീസസ്. നമ്മുടെ കർത്താവ് വന്നെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഞാൻ ചിന്തിക്കും, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ, വാട്ട് എ ഡേ ഇറ്റ് വിൽ ബി വെൻ അവർ ലോർഡ് കംസ് ബാക്ക്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അതാ നമ്മുടെ പ്രത്യാശ, അതാ നമ്മുടെ ഏറ്റവും വലിയ വാഞ്ച. നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഫർദർ ചിന്തിക്കും, ഈ വേദഭാഗങ്ങൾ ഡീൽ ചെയ്യും. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ നാം ചിന്തിച്ചതുപോലെ തന്നെ ഇരുണ്ട അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ദൈവവചനത്തെ കരുതുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രിയ അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ മീറ്റിംഗ് അവസാനിപ്പിക്കും.